ചീര അരിഞ്ഞതാണ്, പച്ച ചീര. പിന്നെ ഇത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. പിന്നെ ഓട്സ്, അതുപോലെ കടലമാവ്. ഇതൊക്കെ വെച്ചിട്ട് ഞാനൊരു ദോശ ഉണ്ടാക്കുകയാണ്. അപ്പം ഇത് യൂട്യൂബ് നോക്കിയിട്ട് കണ്ടതാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ദോശയാണ്. ഓട്സ് ബേസിൻ ചീല. ഞാനിതിലോട്ട് അരക്കപ്പ് ഓട്സ് പൊടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഈ ഒരു ദോശയ്ക്ക് വേണ്ടിയിട്ട്. പൊടിക്കാതെ ആണെങ്കിൽ ഇത് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് ഉപയോഗിക്കേണ്ടത്. ഒരു 2 hours മേലെ കുതിർക്കേണ്ടതായിട്ട് വരും. ഓട്സ് നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. പൊടിച്ചു വരുമ്പം ഓട്സ് അരക്കപ്പിൻ്റെ മേലെ ഉണ്ടാകും. ഞാനിപ്പോൾ അളക്കുന്നൊന്നുമില്ല. ഇനി ചേർക്കുന്ന അരക്കപ്പ് കടലമാവാണ്. കുറച്ച് ഉപ്പിടാം ആവശ്യത്തിന്. പിന്നെ ആവശ്യത്തിന് നമുക്ക് പച്ചമുളകും ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അരിയണം കേട്ടോ. ഇതിലോട്ട് അരിഞ്ഞു വെച്ച് പച്ചമുളകും ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കുന്ന ചീരയും സവാളയും അരിഞ്ഞു വെച്ചതാണ്. ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. ഇനി ഒരു അല്പം അയമോദകം കയ്യിൽ ഞരടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂണോളം. അയമോദകത്തിൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കയ്യിൽ ഞരടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇത് അസിഡിറ്റി ഉള്ളവർക്ക്, ഗ്യാസിൻ്റെ ശല്യം ഉള്ളവർക്കൊക്കെ നല്ല ഉപകാരപ്രദമാണ്. ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇതാണ് കുരുമുളക് പൊടിയാണ് കേട്ടോ. അടുത്തത് മഞ്ഞൾപ്പൊടിയാണ്. നമ്മുടെ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ എപ്പോഴും കുരുമുളക് പൊടി ഇടുന്നുള്ളെങ്കിലും ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എന്നാലേ അതിന് മുഴുവൻ ഗുണങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. അടുത്തത് മുളക് പൊടിയാണ്. എരിവിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഇനി നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്തെടുത്ത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കണം കേട്ടോ. ആദ്യം 1/4 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിനനുസരിച്ച് നോക്കാമെന്ന് കരുതിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്യാരറ്റ്, ചീര, ഉള്ളിയിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മിക്സ് ചെയ്ത ശേഷം ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലത്. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 1/2 കപ്പ് വെള്ളമാണ് ടോട്ടൽ എടുത്തത്. പിന്നെ ഞാനൊരു 1/4 കപ്പ് കടലമാവ് കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് കറക്റ്റ് ഇത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. നമ്മൾ തവി കൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുക ദോശച്ചട്ടിയിൽ. അതിന് വേണ്ടിയിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടിയത്. ചൂടായ ചട്ടിയിലോട്ട് എണ്ണയോ ഒലിവ് ഓയിലോ എന്തെങ്കിലും എള്ളെണ്ണയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാ വെച്ചാൽ തടവി കൊടുക്കുക. നമ്മൾ മെല്ലെ സ്പൂൺ കൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു വലുപ്പമാണ് ഇതിന് നന്നാവുക കേട്ടോ. ഇത് മറിച്ചിടുന്നതിന് മുൻപ് ഒരു ഇച്ചിരി നെയ്യോ എണ്ണയോ എന്താണെന്ന് വെച്ചാൽ തൂവി കൊടുക്കുന്നത് നല്ലതായിരിക്കും. കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മാവ് നമുക്ക് 2 ദിവസം വരെ ഫ്രിഡ്ജിൽ അടച്ച് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സ്കിന്നി റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ നിന്നാണ് എനിക്ക് ഒരു റെസിപ്പി കിട്ടിയത്. അപ്പോൾ ഇത് ഒത്തിരി എരിവിടാതെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കുരുമുളക് പൊടിയും മുളക് പൊടി അത്യാവശ്യമില്ല, ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് ഇതിൻ്റെ മെയിനായിട്ട് എരിവ് കൊടുക്കുന്ന കാര്യം. അപ്പോൾ അത് ഒത്തിരി ആവാതെ സൂക്ഷിക്കണം. പിന്നെ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഏതിന് വേണമെങ്കിലും കഴിക്കാം എന്നാണ് പറയുന്നത്. ഒത്തിരി രുചിയുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു സോ മച്ച് എവ്രി വൺ. ഐ വിൽ സീ യു ഓൺ അനദർ വീഡിയോ.